ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായില്ലേ വ്ളോഗെല്ലാം ചെയ്തിട്ട്. ശരിക്കും എന്തല്ലോ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് കേട്ടോ വ്ളോഗൊന്നും ചെയ്യാത്ത. എല്ലാ വീഡിയോസെല്ലാം എടുത്തു വെക്കും. ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ വീഡിയോസെല്ലാം എടുത്തു വെക്കും കേട്ടോ. പക്ഷേ എന്താണ് ഈ എഡിറ്റിങ്ങിന് കുറച്ച് ടൈം എന്തായാലും വേണ്ടേ. പിന്നെ എന്തല്ലോ തിരക്കും ബിസിയും ഇതെല്ലാം ആയിട്ടാണ്. അപ്പോൾ അതെന്താണെന്നെല്ലാം ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇതിൽ മെയിനായിട്ട് നല്ല അടിപൊളി റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ദുബൈ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗ്സ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ഇത് 2-3 ദിവസമായിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മട്ടൻ മന്തി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് മട്ടൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം വലുതായിട്ട് തന്നെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇങ്ങനെ കുക്കായി വരുന്നതുകൊണ്ട് തന്നെ വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്കായ്, ഗ്രാമ്പൂ അങ്ങനെ സ്പൈസസ് എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാം കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ മാഗി ക്യൂബ്. അപ്പോൾ ഇതിൽ മെയിൻ നമ്മളെ മാഗി ക്യൂബ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൽ. ഇനിയിപ്പോൾ ഇതാ അപ്പോൾ മാഗി ക്യൂബ് ഞാനൊരു 2-3 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ലവണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു മട്ടൻ. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു മാഗി ക്യൂബിൽ തന്നെ നല്ല ഉപ്പുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് അറബിക് മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം അതായത് നല്ല ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു അറബിക് മസാല. അപ്പോൾ അത് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടീൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ചൊരു കളറെല്ലാം ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ബാക്കി ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു വ്ളോഗ് എടുത്തതിൻ്റെ തലേ ദിവസം നമ്മളെ പേർക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം ഇങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലോണം ഉണങ്ങി സെറ്റായി വരുമല്ലോ. പിന്നെ നമുക്ക് എടുത്തു വെക്കേണ്ട പണിയില്ലല്ലോ. ശരിക്കും ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ടൈമെല്ലാം ഫുള്ളൊരു ബിസി ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല നല്ല കാര്യങ്ങളെല്ലാം വരുമ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കാനെല്ലാം ഒരു പാങ്ങുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ദിവസം അങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ ഫുള്ള് പണിയാണ് കേട്ടോ. ഇത് രാവിലെ അല്ല കേട്ടോ, ഇത് വൈകുന്നേരമാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനത് കുക്കറിലെല്ലാം വെച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കുറേ ആർത്തിയിട്ടത് എടുക്കാനുണ്ട്, കുറേ പണികളുണ്ട് കേട്ടോ അവർക്ക്. കാരണം തലേ ദിവസം ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും പിറ്റേ ദിവസം നമ്മളെ വർക്ക് എല്ലായിടത്തും ഒരുപാട് പണികളുണ്ടാവില്ല. കുറേ അലക്കാനുണ്ടാവും, മൊത്തം ക്ലീൻ ആക്കാനുണ്ടാവും, അങ്ങനെ എല്ലാം ആയിട്ട് ഫുള്ള് പണിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കോവക്കൻ്റെ ആ ഒരു ചെടിയാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ വെറുതെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു പാങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കലാണ്. ശരിക്കും ഇതെല്ലാം നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമല്ലേ. എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്താന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. എനിക്കിങ്ങനെ വലിയ കാര്യമൊന്നും വേണമെന്നില്ല കേട്ടോ സന്തോഷം കിട്ടാനായിട്ട്. ഇങ്ങനെ ചെറിയൊരു ചെടി നടൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടലും. അപ്പം അതുപോലെ തന്നെ ഇത് മൊത്തത്തിലൊന്ന് സെറ്റാക്കി ഇതെല്ലാം വള്ളി ഇങ്ങനെ അതിൻ്റെ ആ ഒരു വള്ളിയെല്ലാം ഇങ്ങനെ ഇതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുത്താലേ അത് സെറ്റായിട്ട് വരുമല്ലോ. ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന ടൈമിലെല്ലാം ഈ ഒരു കോവൽ നല്ല പാങ്ങിൽ വരുന്നുണ്ടായിന് കേട്ടോ. പക്ഷേ പിന്നെ ഇതിൻ്റെ അവസ്ഥ ഇപ്പം വളരെ ദയനീയ അവസ്ഥയിലൂടെ കടന്നു പോയത്. കാരണം ഇപ്പം തീരെ അത് ഉഷാറൊന്നുമില്ല കേട്ടോ. ആ ഒരു ഫസ്റ്റ് ടൈം എല്ലാം നല്ല പാങ്ങിൽ വന്നിട്ടുണ്ടായിന്. പിന്നെ ഇത് മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ പുഴുവും ഇതെല്ലാം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ എല്ലാം നമ്മൾ
എപ്പോൾ അതിൻ്റെ ഒപ്പരം തന്നെ നിന്ന് അതിനെ നല്ലോണം നോക്കി എന്താണ് കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ടുനടന്നാലേ അത് നല്ല പോലെ ആവുമല്ലോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ തിരക്കും കാര്യമെല്ലാം ആകുമ്പോൾ അതിൻ്റെ നോട്ടം കുറയുമ്പോൾ അതിനനുസരിച്ച് അത് സ്ലോയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ കുറേ ആർത്തിയിട്ടത് എടുക്കലും അങ്ങനെ എല്ലാം ആയിട്ട് പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കുക്കറിൽ അതെല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായത്. ഇനിയിപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ റൈസ് എടുത്തിട്ട് ഒന്ന് കഴുകി, എല്ലാവർക്കും അറിയുന്നതല്ലേ, കഴുകി കുറച്ചധികം തന്നെ വെള്ളത്തിലിട്ട് വെച്ചാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/4 മണിക്കൂറെല്ലാം വെള്ളത്തിലിട്ട് വെക്കാം, എന്നാലേ പിന്നെയും വേഗത്തിൽ കുക്ക് ചെയ്തിട്ട് കിട്ടുമല്ലോ. പിന്നെ മന്തീൻ്റെ അരി തന്നെ ആ ഒരു മന്തീൻ്റെ റൈസ് തന്നെ വാങ്ങിച്ചാലാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ ഞാൻ എപ്പോഴും സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസും അതിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലും കുറച്ച് സ്പൈസെല്ലാം ഇട്ട് കൊടുത്ത് സാധാരണ നമ്മളെ മന്തി റൈസ് ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ഏതല്ലോ വ്ളോഗിലെല്ലാം കുറേ ആൾക്കാർ മെസ്സേജാക്കി ചോദിക്കലുണ്ട്, നിങ്ങൾ ഈ ഒരു കറണ്ട് അടുപ്പിൽ, അതായത് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണോ എല്ലാം ആക്കലെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതായത് നമ്മളിവിടെ ഇപ്പോൾ അതിൻ്റെ പേര് സോളാറുണ്ട് കേട്ടോ. അപ്പോൾ സോളാറാക്കിയോണ്ട് തന്നെ മാക്സിമം എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ തന്നെയാണ് ഇട്ടാക്കൽ. അത്യാവശ്യം 10-ലെല്ലാം ചൂടാൻ മാത്രമേ നമ്മൾ ഗ്യാസ് അടുപ്പ് എടുക്കുമല്ലോ. ബാക്കി എല്ലാ ആവശ്യത്തിനും ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് കേട്ടോ, ഈ ഒരു കറണ്ട് അടുപ്പ് എന്നല്ല പറയൽ. അപ്പം ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് എടുക്കൽ. പിന്നെ സോളാർ 2-3 ടൈപ്പ് ഉണ്ട് തോന്നുന്നു കേട്ടോ, ശരിക്കും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം അതിൽ നമ്മൾക്ക് ഉണ്ടല്ലോ ശരിക്കും കറണ്ട് ബില്ല് നല്ലോണം വന്നിട്ടുണ്ടായിന് കേട്ടോ മുമ്പ്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടുള്ള കാരണം. ഇതാകുമ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട, നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് മിനിമം ചാർജ് എത്രയാണോ അത് മാത്രമേ നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരുള്ളൂ. പക്ഷേ സോളാർ ആക്കുമ്പോൾ കുറച്ച് പൈസ എന്തായാലും വേണം. പക്ഷേ പിന്നീട് നമുക്കത് ലാഭം തന്നെയാണ് കേട്ടോ. കാരണം കുറേ വലിയ എമൗണ്ടെല്ലാം കറണ്ട് ബില്ലെല്ലാം വരുന്നവർക്കെല്ലാം സോളാർ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അത്രയും AC ആണെങ്കിലും എല്ലാം ഫുൾ ടൈം നമുക്ക് ഇട്ടാലും നമുക്ക് ആ ഒരു മിനിമം ചാർജ് മാത്രമേ വരുള്ളൂ. അപ്പം പിന്നെ സോളാർ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇപ്പം അതിൽ തന്നെയാണ് ഇട്ടാക്കൽ. മുമ്പെല്ലാം ഈ ഒരു ഇൻഡക്ഷൻ കുക്കറെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലോണം കറണ്ട് ബില്ല് എടുക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പം ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബീഫ് അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ബീഫെല്ലാം അതിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് മാത്രം ഒന്ന് അരിച്ച് നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ആ ഒരു എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഇല്ലേ, മസാലകളെല്ലാം, അതെല്ലാം കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സ്റ്റോക്ക് മാത്രം നല്ല പോലെ അരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബീഫ് 2 പാർട്ടാക്കിയിട്ടാണ്, മട്ടനാണ് കേട്ടോ, മട്ടൻ 2 പാർട്ടാക്കിയിട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി അത് ചെറുതായിട്ട് തന്നെ കട്ടാക്കി മാക്സിമം ചെറിയ രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലും ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ കൂടുതലായിട്ട് മാഗി ക്യൂബ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. മാഗി ക്യൂബ് യൂസ് ചെയ്തുവിടാന്നെല്ലാം പറയുന്നേക്കലുണ്ട്, പക്ഷേ അത് കുറച്ചും കൂടിയും ടേസ്റ്റ് എനിക്ക് തോന്നലുണ്ട്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു നേരത്തെ റെഡിയാക്കിയെടുത്ത ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ ഇത്. ഇനിയിപ്പം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കുക്കായി സെറ്റായി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ആ ഒരു മട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ അത് അങ്ങനെ ഒന്ന് റെഡിയാക്കാനായിട്ട് മാറ്റി വെച്ചതേനു. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് മൊത്തത്തിലൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മട്ടനിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ കുറച്ച് അറബിക് മസാല പൗഡറും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് വലിയ പണിയുമില്ല. നമുക്ക് ബിരിയാണി അങ്ങനത്തെ എല്ലാം ആക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണി പോലെ തോന്നൂലേ, പക്ഷേ ഇങ്ങനത്തെ എല്ലാം ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ പാൻ വെച്ച് കൊടുക്കുക, കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇതിലധികം അങ്ങനെ ഓയിലൊന്നും യൂസ് ചെയ്യാതെയല്ലേ ഈ മന്തി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല പാങ്ങാന്ന്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ്.
ഇനിയിപ്പോൾ ഇതാ നമ്മളെ മട്ടൻ നല്ല പോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് ഇങ്ങനെ പ്ലെയിനായിട്ട് ചേർക്കുന്നതാണ് കഴിക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ റൈസെല്ലാം നോർമൽ ഒന്ന് കുക്കാക്കി എടുക്കുക, അതായത് ഓവർ കുക്കാകാൻ പാടില്ല, കാരണം ഇതിൽ നിന്നും കുറച്ചൊന്ന് ദമ്മായി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റൈസ് കുറച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരു 90% കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കളർ മീൻസ് നമ്മളെ ഒന്ന് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പം 2 കയ്യിൽ ഇങ്ങനെ 2 ഇത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ റൈസെല്ലാം പൊട്ടിപ്പോവും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ചിക്കൻ മന്തി അങ്ങനത്തെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ മട്ടൻ മന്തി, ബീഫ് മന്തി അങ്ങനത്തെ ഐറ്റംസ് എല്ലാമാണ്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇല്ല ഒരു ഞങ്ങൾക്ക് ബീഫ് തന്നെയാണ് കേട്ടോ വരുത്ത്. കാരണം നമ്മളിങ്ങനെ കൂടുതലായിട്ട് നമ്മളെ നാട്ടിലെല്ലാം കൂടുതലായിട്ട് ബീഫ് ഐറ്റംസ് അല്ലേ കൂടുതലിങ്ങനെ കാണല്. മട്ടനെല്ലാം കിട്ടും, പക്ഷേ മട്ടൻ അത്യാവശ്യം ഇങ്ങനെ റെയറായിട്ടല്ലേ നമ്മളിങ്ങോട്ടെല്ലാം കിട്ടൂലേ, എപ്പോഴൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബീഫ് തന്നെയാണ് കേട്ടോ വായിൽ വരുന്നത്. ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്കെല്ലാം ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു പാങ്ങാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ ഏത് ഫുഡാണെങ്കിലും ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി അതിൻ്റേതായിട്ടുള്ള ആ ഒരു പെർഫെക്റ്റിൽ കഴിക്കുമ്പം നമുക്കെല്ലാം ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ തോന്നും എല്ലാ ഫുഡും. ഇനിയിപ്പോൾ നല്ല അടിപൊളി മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാനും ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാക്കിയിട്ട് അന്നേരം തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും ടൈം കിട്ടൂല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ഫുഡെല്ലാം ആക്കി അപ്പം തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു വീഡിയോ എടുക്കൽ മെയിൻ കഴിഞ്ഞല്ല. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ ഒരു വീഡിയോ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഫുഡാക്കിയാലും അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ കാര്യം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അതായത് ഇന്നത്തെ ദിവസമാണ് നമ്മളെ ഗൾഫിലേക്ക് പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ചായേൻ്റെ കടി എന്ന് പറഞ്ഞാൽ നമ്മൾ കായ് വാട്ടിയ മുട്ട അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ. നമ്മളിങ്ങോട്ട് കൂടുതലായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ രാവിലത്തെ ആ ഒരു ചായൻ്റെ കൂടെ കഴിക്കൽ. പിന്നെ നമ്മൾ കത്തൽ മീൻസ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പിന്നെയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ രാവിലത്തെ ചായേൻ്റെ ഒപ്പരം ഇങ്ങനത്തെ ഐറ്റംസ് എപ്പോൾ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മുമ്പെല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ സ്കൂളില്ലാത്ത ദിവസം മാത്രമാണ് കേട്ടോ ഇപ്പം അങ്ങനെ ആക്കൽ. കാരണം സ്കൂളിലെ ദിവസമെല്ലാം മക്കളും എല്ലാം നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ചായയും ഒരുമിച്ച് തന്നെ അങ്ങനെ കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോകലാണ്. അത്രയും ടൈം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഒരു ദിവസം തന്നെ കുറച്ച് നമ്മളെ ദുബൈക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഇന്നാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ദുബൈയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനല്ല കേട്ടോ ദുബൈക്ക് പോകുന്നത്, എൻ്റെ ഉപ്പയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ദുബൈയിൽ പോകുന്നതെന്ന് കണ്ടേരം ഏതോ ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിന് എപ്പോൾ ദുബൈ പോകുന്ന ഞാൻ പോകുന്ന രീതിയിൽ. പക്ഷേ നമ്മൾ തമ്മിലും കാര്യങ്ങളെല്ലാം ഇടുമ്പം അങ്ങനെ തന്നെയല്ലേ ഇടല്. പിന്നെ പ്രത്യേകിച്ച് ഈ ദുബൈ പോകുന്ന ഇങ്ങനത്തെ എല്ലാം ടൈപ്പ് വീഡിയോസ് എല്ലാം കാണാൻ ആൾക്കാർക്ക് കുറച്ചും കൂടിയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയെല്ലാം ഇടുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും ദുബൈയിലേക്കൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ നാട്ടിലെല്ലാം സെറ്റായി, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പം നാട്ടിൽ തന്നെ സെറ്റിലായി, മക്കളെല്ലാം സ്കൂളെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയൊരു ബിസിനസ് പ്ലാനിങ്ങും അങ്ങനെയെല്ലാം ആയിട്ട് എന്തെല്ലോ പ്ലാനിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ അതെല്ലാം ഒന്ന് സെറ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പം അതിൻ്റെ എല്ലാം ബേക്കിലും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോക്കാന്ന് ഫുള്ള് ബിസിയാണ് കേട്ടോ ഇപ്പം. അതായത് ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഡ്രസ്സ്, ക്ലോത്തിങ് അങ്ങനെ കുറേ ഐറ്റംസ് എന്തെല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാനും ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങണം എന്നെല്ലാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് എന്തായാലും ആ ഒരു കാര്യത്തിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഡ്രസ്സാണ് കേട്ടോ മെയിനായിട്ട് എനിക്ക് ഇഷ്ടം. ഡ്രസ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഈ ഡ്രസ്സ് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ
അതെനിക്ക് വാങ്ങണം എന്നുള്ളൊരു നിർബന്ധമാണ്. അതിന് എന്താണ് എന്ത് ഫങ്ഷൻ ഉണ്ടെന്നോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടില്ല കണ്ടാൽ അതെങ്ങനെയെങ്കിലും എനിക്ക് സ്വന്തമാക്കണം, അതെനിക്ക് വാങ്ങണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് പിന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഒന്നും മുന്നും പിന്നും ആലോചിക്കാതെയല്ല, കുറച്ചെല്ലാം ഇങ്ങനെ ഞാനൊന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നോക്കി വന്നിട്ട് ഇപ്പോൾ ഫൈനലി ഞാനൊരു തീരുമാനം എടുത്ത് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇനി എന്താണ് മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യണം എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ ഉണ്ട് കേട്ടോ മൈൻഡിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് ഫുള്ളൊരു കോമ്പറ്റീഷൻ പോലെയാണ് കേട്ടോ ഈ ഒരു ഓൺലൈൻ സംഭവങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടെൻഷനും ഉണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് അതിൽ കുറേ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളോടാണ് ഭയങ്കര ഒരു ഇഷ്ടം, ഇങ്ങനത്തെ ടൈപ്പ് കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വർക്കാകുന്നുണ്ടെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ പിന്നെ എന്താണ് തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയുന്ന കണക്കാ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാമെന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ഏതായാലും ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഫൈനലി ഞാനൊരു ചെറിയതായിട്ടൊരു ബിസിനസ്, അതായത് നമ്മളെ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനായിട്ട് ഇങ്ങനെ അതിൻ്റെ മൂവ് ഓൺ ആയിട്ട് ഇങ്ങനെ പോക്കാണ് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഞാൻ മെയിനായിട്ട് നമ്മളിതിൽ നമ്മളെ നമ്മളെ ഷോർട്സ് ആയിട്ടായിരിക്കും കേട്ടോ ഞാൻ ഇടലുണ്ടാവൽ. അപ്പോൾ ഞാൻ അതിൻ്റെ പേജെല്ലാം ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് ഞാനൊരു വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ പേജ് ഓപ്പൺ ചെയ്താൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക്, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടും ഇൻഷാ അല്ലാഹ്. അപ്പം എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം നിങ്ങളെല്ലാവരും ദുആയെല്ലാം വേണം കേട്ടോ ഇൻഷാ അല്ലാഹ്. നമുക്കിങ്ങനെ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ചെയ്യൂല. ഞാൻ കുറേ നാളായി കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ, കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങുന്ന പോലെ അല്ലല്ലോ നമ്മൾ തന്നെ ഒരു സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഓപ്പൺ ആക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി കണ്ടെല്ലാം ചെയ്യേണ്ടതല്ലേ. അത്ര ഒരു സിമ്പിളല്ല. പക്ഷേ നമ്മൾ ഏത് കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതെല്ലാം ഈസി ആയിട്ട് തോന്നും. അത് ഏത് കാര്യമായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കതെല്ലാം ഒരു സിമ്പിളായിരിക്കും അല്ലേ. പക്ഷെ കാണുന്നവർക്കത് വലിയ വലിയ കാര്യമായിരിക്കും, നമ്മളിപ്പോൾ ഫുള്ള് ബിസിയാറ് അങ്ങനെയെല്ലാം ആകുമ്പോൾ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേറെ തന്നെ ഒരു പ്രത്യേക ഒരു ജീവിയാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അങ്ങനെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ പറഞ്ഞ് നമ്മൾ എവിടെയോ എത്തിയല്ലേ. അപ്പം ഇതിൽ ഫുള്ള് പാക്ക് ചെയ്തെടുക്കുന്ന കേട്ടോ. ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കഥ പറച്ചിൽ കഴിയുമ്പോഴത്തേക്ക് തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കേക്കാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ മെയിനായിട്ട് ദുബൈയിലേക്ക് ഇങ്ങനത്തെ കേക്ക് കൊണ്ടുപോകട്ടെ. ഇത് ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു പാങ്ങാണ് കേട്ടോ അതിലത്. പിന്നെ കുംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കേക്ക്, വേറൊരു കേക്ക് കണ്ടിട്ട് അതിനും ചിലയിടത്തെല്ലാം കേക്ക് എന്ന് പറയും, പക്ഷെ നമ്മളിങ്ങോട്ട് കുംസ് എന്നാണ് കേട്ടോ പറയൽ, മുട്ട കുംസ് എന്ന് പറയും. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആരെങ്കിലും ദുബൈ പോകുന്നുണ്ടെങ്കിലെല്ലാം ഇങ്ങനെയെല്ലാം പാക്ക് ചെയ്യാനെല്ലാം വേറെ തന്നെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. പിന്നെ ഉപ്പ പോയിട്ട് പെട്ടെന്ന് വരും കേട്ടോ. അങ്ങനെ ഉപ്പ കുറേ നാൾ നിൽക്കാനൊന്നല്ല പോകുന്നത്. ആടെ എൻ്റെ ബ്രദറും ഫാമിലിയെല്ലാം ആടെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കൊടുത്തയക്കുന്നത് കേട്ടോ. പിന്നെ ആടെ കുറേ ആൾക്കാർ വേറെയും ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട്. പിന്നെ ഉപ്പ ഇങ്ങനെ പെട്ടെന്ന് പോയി അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ട്രോളിയിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ എന്തെല്ലോ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ പത്തില് ബീഫ്, പിന്നെ പത്തില് ബീഫല്ല, മെയിനായിട്ട് നമ്മൾ ദുബൈയിലേക്ക് കൊണ്ടുപോകുന്നത് പത്തില് ബീഫായിരിക്കും കൂടുതലായിട്ട്. അതിൻ്റെ ആ ഒരു കോംബോ വേറെ തന്നെയാണല്ലേ, പത്തില് നെയ്പ്പത്തില് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് വരുമ്പോൾ. അപ്പോൾ പത്തിലെല്ലാം ചുട്ടെടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. പിന്നെ എന്ത് ഐറ്റംസ് ഉണ്ടല്ലോ ദുബൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നല്ലോണം തണിഞ്ഞിട്ട് വേണം കേട്ടോ, അതായത് അതിൻ്റെ ചൂടെല്ലാം ആറിയിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാനായിട്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആരുമല്ല കേട്ടോ, ആരോ ഒരാളിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിന്, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പുളിക്കുകയൊന്നുമില്ലേ, ഇങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് പറയുമെന്ന്. അപ്പോൾ ചില ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പുളിച്ചെന്നെല്ലാം പറയും, പക്ഷെ ഒന്നും ആവില്ല കേട്ടോ. പുളിക്കൽ മീൻസ് മോശമായി പോവില്ല, അതായത് ഒന്നും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ, അത് പാക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് നേരത്തെ ആക്കിയിട്ട് നല്ലോണം ഫാൻ ഇട്ടിട്ട്
എന്താണ് ഫാൻ ഇട്ടിട്ട് ചൂടെല്ലാം ഒന്നും പോയിട്ട് വേണം കേട്ടോ, തണുത്തിട്ട് വേണം അത് പാക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം എന്താണ് അവിടെ എത്തുമ്പോഴത്തേക്ക് അത് മോശമായി പോകുമോ, ഒന്നും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ആ ഒരു ഫ്രഷ് തന്നെ ആയിരിക്കും ഉണ്ടാവൽ. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരുപാട് ട്രാവലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം മാക്സിമം ഇപ്പം നമുക്ക് എയർപോർട്ട് നോക്കുകയാണെങ്കിൽ കണ്ണൂർ, മംഗലാപുരം എല്ലാം ഏകദേശം ഒരു എന്താണ് അടുത്തടുത്തല്ലേ. അപ്പം പിന്നെ ഒന്നും കംപ്ലൈൻറ്റോ എന്താണ് ഒരു മോശമാകലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാട റോസ്റ്റാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പിയൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. ഒന്നാമത് പ്രത്യേകിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ബിസി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പോകുന്നത് ഞാൻ പോകുന്ന പോലെയാണ് കേട്ടോ. കാരണം ഞാനാന്ന് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ബിസി, എല്ലാം അങ്ങോട്ട് നോക്കലും ഇങ്ങോട്ട് നോക്കലും എല്ലാം ഒന്ന് റെഡിയാക്കൽ സെറ്റാക്കൽ. പിന്നെ എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊന്നും എനിക്ക് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നലില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോക്കാം. ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആരെയും എയർപോർട്ടിൽ കൊണ്ടാക്കാനോ കൂട്ടാനോ ഒന്നും ഞാൻ പോകാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എയർപോർട്ടിലേക്ക് അങ്ങനെ പോകുന്നത് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ, ആരെയും കൊണ്ടാക്കാനും കൂട്ടാനൊന്നും പോകുന്നത്. പിന്നെ കൂട്ടാൻ പോകുന്നത് ഓക്കെ, അത് പിന്നെയും സഹിക്കാം. പക്ഷേ കൊണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കുമല്ലേ. അതിന് ആരെയാണെങ്കിലും നമുക്കത് വേറെ തന്നെ ഒരു ഫീലിങ്സ് ആണല്ലേ. അവർ ആ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് ഉണ്ടാവൽ. എന്തോ എനിക്ക് ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഈ എയർപോർട്ടിലേക്ക് ഇങ്ങനെ ഞാൻ ഉപ്പാനെ കൂട്ടാനെല്ലാം അധികം വരുത്തുന്നുണ്ട്, പക്ഷെ കൊണ്ടാക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറേ വരുന്നവരെ ഉപ്പ ഡ്രൈവ് ചെയ്ത് പിന്നെ എനിക്ക് ഉപ്പ വണ്ടി തന്നിട്ടാണ് കുറേ ഇങ്ങോട്ട് എത്തിയ പിന്നെ. അപ്പോൾ ശരിക്കും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ എന്തോ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ടെൻഷൻ എന്തോ എയർപോർട്ട് ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു എന്താണ് മൈൻഡ് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഉള്ളത്. എന്താണെന്നറിയില്ല, അത് നമ്മളിങ്ങനെ ശരിക്കും ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിങ്സ് ആണല്ലോ. നമുക്ക് ഈ ഗൾഫിലേക്കെല്ലാം പോകുമ്പോൾ കുറേ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയെല്ലാം വിചാരിച്ചിട്ടോ, ഉള്ളിലൊന്നുമില്ല പക്ഷേ നമുക്ക് ആ ഒരു ബോർഡിംഗ് പാസ് എല്ലാം കിട്ടുന്നവരൊരു ടെൻഷനാണല്ലോ എല്ലാവർക്കും. എനിക്കെല്ലാം അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ ഗൾഫിലേക്കെല്ലാം പോകുന്ന ടൈമിൽ എല്ലാം എത്ര റെഡിയായാലും വെയിറ്റെല്ലാം നോക്കിയാൽ ആ ഒരു ബോർഡിംഗ് പാസ് കിട്ടുന്നവരൊരു മനസ്സമാധാനക്കേടാന്ന് ഇങ്ങനൊരു ടെൻഷനാണ്, എന്താണെന്നറിയില്ല. അതെല്ലാം കുറേ ആളെല്ലാം ആ ഒരു ടെൻഷൻ പറയുന്നേക്കാട്ടെ. നമുക്ക് വിശപ്പും ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എനർജിക്കായിട്ട് ഉണ്ടാവും ചെയ്യും. പക്ഷെ നമുക്കെന്തോ ആ ഒരു ഇതൊന്നും മൈൻഡിൽ വരില്ല കേട്ടോ. അപ്പം എൻ്റെ മക്കൾസ് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അവർക്ക് ഉപ്പുപ്പാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഫുള്ള് മൂഡ് ഓഫ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉപ്പാനെ യാത്രയാക്കി നമ്മൾ തിരിച്ച് പോകലാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉപ്പ വരും, പെട്ടെന്ന് തന്നെ വരും. പക്ഷേ ഇത് ഒരു വ്ളോഗ് എടുക്കാൻ മാത്രമൊന്നൊരു ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പിന്നീട് പിന്നെ എയർപോർട്ട് ഇതെല്ലാം ആയിട്ടുള്ള ഒരു ചെറിയ അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ശരിക്കും ഇപ്പായരെ ഉണ്ടല്ലോ, ഇപ്പായരെ എയർപോർട്ടിൽ വരുന്ന ടൈമിലെല്ലാം ഈ ഒരു ഹോട്ടൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കാൻ എന്തോ ഒരു പാങ്ങാന്ന്. എയർപോർട്ടിലേക്ക് വരുന്നത് തന്നെ ഒരു ഫുഡ് കഴിക്കുന്ന രീതിയിലാണ്. കാരണം ഇത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ കുറേ അധികം ഷോപ്പുണ്ട്. പക്ഷേ ഇതാണ് കേട്ടോ അടിപൊളി, നല്ല ടേസ്റ്റാണ് എടുത്ത ഫുഡെല്ലാം കഴിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗെല്ലാം ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു നല്ലൊരു വ്ളോഗുമായിട്ട് വരാം.